നിങ്ങളാരെയാ പേടിപ്പിക്കുന്നത് അല്ലേ? എന്താ പറയണ്ട്, ലൈറ്റ് ഉണ്ട്, സൗണ്ട് ഭയങ്കര സൗണ്ട് അവിടെ. നിങ്ങളാരെയാ പേടിപ്പിക്കുന്നത്? എന്ത് സംഭവിച്ചാലും ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും പറയേണ്ടത് പറഞ്ഞു കൊണ്ടേയിരിക്കും. അത് 100% അങ്ങനെയാണ്. ഇനി എന്ത് സംഭവിച്ചാലും പിന്നെ നിങ്ങൾ ആകെ ചെയ്യുന്നത് എന്താ? കൊല്ലും. കൊന്നാലും കുഴപ്പമൊന്നുമില്ല, കൊല്ലുന്ന പോലെ ആക്കരുത്, കേട്ടല്ലോ. അതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. കൊന്ന വലിയ കുഴപ്പമൊന്നുമില്ല, കൊല്ലുന്ന പോലെ ആക്കരുത്. അപ്പം എന്നെ കൊല്ലുന്ന പോലെ ആരും ആക്കരുത്, കൊല്ലം, കേട്ടല്ലോ. അപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നീക്കിയിട്ടാണ് വരുന്നത്. നമുക്ക് എല്ലാറ്റിനും ഒരു പ്രൈവസി ഉണ്ട്. അങ്ങനെ കുറച്ച് വളരെ ഹാപ്പിയായ കുറച്ച് ഇൻസിഡൻറ്റ് ഒപ്പിച്ച് വെച്ചു. ഒപ്പിച്ചതല്ല, സ്ട്രെയിറ്റ് ഫോർവേഡ്. കുറച്ച് റിസ്ക് എടുത്താലും ഹാപ്പിയാണ്. നമ്മൾ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ അതൊക്കെ അങ്ങനെ ഒരു വിധം 90% പോട്ടെ, 80% വെരി ഹാപ്പി. എന്താ പറയുക, നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്തടത്തൊക്കെ ചെന്നു. മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് അത് ബീറ്റ് അല്ലേ. സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലൊന്നും അല്ലേ പറയുന്നത്. അങ്ങോട്ടൊന്നും കയറാൻ ഒരാഗ്രഹവും ഇല്ല, ശ്രമിച്ചിട്ടുമില്ല, കയറുമില്ല. ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കയറുമായിരിക്കും. ഇപ്പം കയറാൻ ആഗ്രഹമില്ല. അതൊന്നുമല്ല, വെരി 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 ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി. അവിടെയൊക്കെ കയറിപ്പോകാൻ പറ്റി എന്നുള്ളത് വലിയ ഒരു ലൈഫിലൊരു വലിയ മെമ്മറബിൾ മൊമെൻറ്റ് പറയാം. അവിടെ ചിലരുടെ പേര് പറയാൻ പറ്റി. അതിലും നീതി, അതും ഒരു നീതിയായിട്ട് കരുതുന്നു. എനിക്കുള്ളൊരു നീതി. വളരെ റഫ് ആൻഡ് ടഫ് ഏരിയ കടന്ന് ചില കാര്യങ്ങൾ നേടി. ഇനിയും ഒരുപാടുണ്ട്. ജീവിതം ഒരു സമരാവട്ടെ എന്ന് അല്ലേ? ജീവിതം ഒരു സമരാവട്ടെ. ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസാണ് എന്ത് തന്നെയായാലും. പിന്നെ തിരുവനന്തപുരത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും പോലീസ് ഓഫീസേഴ്സിനെ കുറിച്ചും ഏറ്റവും കോൺസ്റ്റബിൾമാരെ കുറിച്ചൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. അത് നാളെ രാവിലെ കുളിച്ച് ഫ്രഷായിട്ടൊരു വീഡിയോ ഇട്ടിരിക്കും. അവരൊക്കെ തന്നെ മനുഷ്യന്മാരിട്ടോ. കാരണം ആരെ അണ്ടറിലല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആരെ അണ്ടറിലല്ല, ചെറിയ രീതിയിലൊക്കെ കാര്യങ്ങൾ നടത്താൻ കപ്പാസിറ്റി ഉള്ളവർ തന്നെ. അത്ര അങ്ങനെ മോശമായിട്ട് തോന്നിയിട്ടില്ല. അവരോട് പറഞ്ഞത് ഞാൻ മോശം എന്നാണ്, കുഴപ്പമില്ല. വർഷങ്ങളായിട്ട് കേൾക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഞാൻ മോശം തന്നെ, അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉണ്ടായൊരനുഭവം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്ട്രൈക്കിന് 10 ദിവസം ഒരു ആശമാരുടെ ഒരു സമരം. എനിക്കവരെ പിന്നെ ആശമാരാ പറയുന്നതെന്ന് പറയുന്ന ആ ഒരു ട്യൂണും കൂടി ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ മുഴങ്ങുവാണ്. എന്താ പറഞ്ഞ, ആശമാരാ പറയുന്നേ. പിന്നെ പീഡനകാലം, അടിമക്കാലം കഴിയാറായി. അങ്ങനെ ലേഡീസിൻ്റെ ഒരു
വളരെ ഇതായൊരു മഴ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. വളരെ ഹാപ്പി ആയിട്ട് ഞാനെന്തിനാ ഇത്രയും വലിയ പൈസ ഒക്കെ കൊടുത്ത് ഇതിൽ കിടക്കുന്നല്ലേ. അപ്പം അതൊക്കെ വളരെ സന്തോഷമായിട്ട് കാര്യങ്ങൾ ഇപ്പോഴാണ് ബോധം വന്നത്. പോട്ടെ, വൈകി വന്ന വിവേകം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വെരി ഹാപ്പി. പോയ കളറൊക്കെ തിരിച്ചു വരും. ബൈ ബർത്ത് മൈ ഫാദേഴ്സ് ഭയങ്കര സുന്ദരനാണ്. അതൊക്കെ 2 ദിവസം കൊണ്ട് ഞാൻ തിരിച്ചു പിടിക്കും. പോയതൊക്കെ തിരിച്ചു പിടിക്കുന്നേ. എന്നാണ് ഒരു കുഴപ്പമില്ല. പോയതൊക്കെ തിരിച്ചു പിടിക്കും, എല്ലാം തിരിച്ചു പിടിക്കും. മുഖം മങ്ങിയനെ കൊണ്ടൊന്നും മനസ്സ് മങ്ങിയിട്ടില്ല, ഹൃദയം മങ്ങിയിട്ടില്ല, ഒന്നുമില്ല. വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള ലൈഫ് പറയാൻ തന്നെ എത്ര ആളെ പേരുണ്ട് പറയാൻ തന്നെ അതിനുള്ള ലൈഫ് പറയാൻ തന്നെ ഒരു കാരണവശാലും പറയാതിരിക്കൂല. അതാ ഞാൻ പറഞ്ഞത്, തോൽപ്പിക്കാനാവില്ല. പക്ഷെ കൊല്ലുന്ന പോലെ ആക്കരുത്, കൊല്ലണം. കേട്ടല്ലോ, കൊല്ലണം. അങ്ങനെ അനന്തപുരി. അപ്പം എല്ലാവരെയും നാളെ നല്ലൊരു മോർണിംഗ്, എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് ഒരു വെരി ഹാപ്പി മോർണിംഗ് വിഷ് ചെയ്യുന്നു. നാളെ ചില തിരുവനന്തപുരം വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ഐ ആം സോ പ്രൗഡ്. അപ്പോൾ നാളെ കാണുന്നവരെ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എന്താ പറയുക, നാളെ കാണാം.